രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് മത്സരിപ്പിക്കുമോ കോൺഗ്രസ്? പീഡനക്കേസിൽ പ്രതിയായ രാഹുലിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ചില നേതാക്കൾ. അതേസമയം പി ജെ കുര്യനുമായി ഭിന്നതയില്ലെന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. അദ്ദേഹവുമായി ചെവിയിൽ പറഞ്ഞത് കുശലാന്വേഷണമാണ്, താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വാർത്തയായി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തലയുമായി പെരുന്നയിൽ ഇന്നലെ പലകുറി സംസാരിച്ചിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയാണ്. വാക്കുകൾ കേൾക്കാം. സംസാരിച്ചു പോകാതെ അദ്ദേഹം ഇത് പരാമർശിച്ചു. അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ അദ്ദേഹവും പറഞ്ഞില്ല, ഞാനും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അന്നേരം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറയാത്ത കാര്യമാണ്, വാർത്തകളായി വന്നതെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഞാൻ അപ്പോൾ കുര്യൻ സാറിനോട് അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതല്ല, വാർത്തയായി വന്നതെന്ന് പറഞ്ഞിരുന്നു. മന്നം ജയന്തി, ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതേസമയം പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിതയുടെ ഭർത്താവ്. രാഹുൽ തന്റെ കുടുംബജീവിതം തകർത്തുവെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. വീനസ് 84 പ്രകാരം കേസെടുക്കണമെന്നും വലിയ മാനനഷ്ടം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിച്ചു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചതെന്നായിരുന്നു രാഹുൽ അതിനെ ന്യായീകരിച്ചത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ തന്നെ ബന്ധപ്പെട്ടില്ലെന്നും അതിജീവിതയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഈ ദിവസത്തെ അപ്ഡേഷൻസ്. വിലയിരുത്തലിലേക്ക് പോകാം. EV ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഉണ്ണി, അതായത് പീഡനവീരനായ ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടു അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു ഘട്ടം മാത്രമാണുള്ളത്. ആ ഘട്ടത്തിൽ പോലും പാലക്കാട് 3 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരികയാണ്. അവിടേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കൾ കോൺഗ്രസ് പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ അപഹാസ്യമല്ലേ അത്? ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ സന്നദ്ധനാണ്. പാലക്കാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം MLA നിലയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സംഘടനാപരമായി അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ അദ്ദേഹം കൂടെ നിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഇന്നലെ PJ കുര്യൻ പറഞ്ഞു പാലക്കാട്ട് പുതിയ സ്ഥാനാർത്ഥി എത്തും, അല്ലേ? അങ്ങനെയല്ലേ? PJ കുര്യൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ചെവിയിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ PJ കുര്യന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. അല്ല, പിറ്റേ ദിവസം PJ കുര്യൻ പിന്നെ തിരുത്തി പാലക്കാട്ടെ അദ്ദേഹം തന്നെ വരണമെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത അദ്ദേഹം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് PJ കുര്യന്റെ ചെവിയിൽ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ഒരു ചെവിയിൽ പറഞ്ഞാൽ നിലപാട് മാറ്റാൻ മാത്രം കോൺഗ്രസ് നേതാക്കൾ ദുർബലരായോ? ഇങ്ങനെയൊക്കെ തന്നെയാണോ മുതിർന്ന നേതാക്കളെയെല്ലാം, അതും പറയണമല്ലോ, മുതിർന്ന നേതാക്കളെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെവിയിൽ പറഞ്ഞിട്ടും നേരിൽ പറഞ്ഞിട്ടും തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി നീങ്ങാൻ പറ്റാത്ത വിധം അവരെ പ്രതിരോധത്തിലേക്ക് ആക്കിയത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു നേതാവിനെ, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു നേതാവിന് എങ്ങനെയാണ് ഇത്ര പവർ കിട്ടുന്നത്? PJ കുര്യനെ പോലുള്ള ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ച ഒരു നേതാവിനെ കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ നിലപാട് തിരുത്തിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് പറ്റുമെങ്കിൽ അദ്ദേഹം കരുത്തനല്ലേ? അവിടെ നമ്മൾ ഇടുന്ന ഓരോ വാർത്തകളും PJ കുര്യനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതിന് ശേഷം ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ പഴയ സൂര്യനെല്ലി കേസ് പരാമർശിച്ചുകൊണ്ട് വെല്ലുവിളി സ്വരത്തിൽ ഒരുപാട് സൈബർ ഇടങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ ആ സൈബർ സംഘം കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആജ്ഞാശേഷിയോ ഭീഷണിയോ ആ ചെവിയിൽ പറഞ്ഞിരിക്കുമോ? അങ്ങനെ നമ്മൾ സംശയിച്ചാൽ പറയാൻ കഴിയില്ല. അല്ല, അതാ ഇത് കോൺഗ്രസ് നേതൃത്വം എല്ലാവരും പ്രതിരോധത്തിലാവുന്ന ഒരു വിഷയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ട് നടപടി വൈകി എന്നതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതാക്കൾ പറയാൻ മടിക്കുന്നു, പരസ്യമായി പറയാൻ മടിക്കുന്നു, നേതൃത്വം KPCC നേതൃത്വം ഉൾപ്പെടെ പരസ്യമായി നീങ്ങാൻ മടിക്കുന്നു? ഒരു വിഭാഗം നേതാക്കൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മൗനം പാലിക്കുന്നു? തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അന്ന് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും വന്ന അതിൻ്റെ തുടർച്ചയാണ് PJ കുര്യൻ ചെവിയിൽ പറഞ്ഞത്. ഇന്നിപ്പോൾ തങ്കപ്പൻ അവിടുത്തെ DCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് അതിനിശ്ചിതമായി തള്ളി പറയാമോ? അദ്ദേഹം പറഞ്ഞത് പാലക്കാടേക്ക് ഏത് കോൺഗ്രസ് നേതാവിനെ അയച്ചാൽ അവരെ വിജയിപ്പിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ ബാധ്യത എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ ഇവരൊക്കെ എന്താണ് നട്ടലില്ലാത്തവരായി മാറുകയാണ്? പാലക്കാട് DCC രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും വിഷയത്തിൽ തുടക്കം മുതൽ ദുർബലനാണ്. കാരണം ഷാഫി പറമ്പിലിന്റെ എൻട്രി മുതൽ പാലക്കാട് DCCക്ക് പാലക്കാട് സീറ്റ് പ്രത്യേകിച്ച് അവരുടെ അഭിപ്രായത്തിനൊന്നും അവിടെ ഒരു വിലയില്ല. പിന്നീട് ഷാഫി പറമ്പിലാണ് ആ കാര്യങ്ങളും അവിടെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു വന്നത്. ഷാഫിയുടെയും VD സതീശൻ്റെയൊക്കെ അനുഗ്രഹാശിസുകളോടുകൂടിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ അന്നു മുതൽ തന്നെ DCC കാര്യത്തിൽ ദുർബലമാണ്. ഇനിയിപ്പോൾ ആര് വന്നാലും അവർക്ക് സ്വീകരിക്കാമെന്നുള്ള മാത്രമേ DCCക്ക് അതിൽ ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് DCC നിർദ്ദേശിക്കുന്ന ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാകാനും പോകുന്നില്ല. ഒരു കാര്യം കൂടി